ഡ്രോൺ ഓൾറെഡി ഇവിടെ ഉണ്ട്, റോബോട്ടിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. SDM-നാണ് മജിസ്റ്റീരിയൽ എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും റൈറ്റ് ഫ്രം ദ ലൈസൻസ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് റിപ്പോർട്ട് തരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ താങ്കൾ പല സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു, ഇവിടെ എത്തിയിരുന്നോ? നമ്മൾ മെയിനായിട്ട് സ്വരാജ് റൗണ്ടിലുള്ള ഫയർ ലൈൻ ബാക്കിയുള്ള കാര്യങ്ങളുടെയാണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയത്. ഇവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ പറഞ്ഞ വിവരം അനുസരിച്ച് 30-40 ഇടയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നു. അപകട സമയത്ത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അത് ഇവിടെ നിന്ന് ഒരു 6 പേരെന്തോ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്ന കണക്ക് പ്രകാരമാണ് 30-40 ഇടയ്ക്ക് ആളുകളുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ 24-ാം തീയതിയാണ് സാമ്പിൾ എടുക്കിട്ട് നടക്കേണ്ടിയിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു തീരുമാനം എങ്ങനെയായിരിക്കും? നമ്മൾ നിലവിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനി ആരെങ്കിലും ഒക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് കോർഡൺ ഓഫ് ചെയ്യുക, പബ്ലിക്കിന് കൂടുതൽ, കാരണം അവിടെ ഇനി എന്തെങ്കിലും സ്ഫോടനം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട്, കാരണം ഇടയ്ക്ക് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകളെ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അറിയാവുന്നതുപോലെ എത്രത്തോളം ക്വാണ്ടിറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അനുമാനം? ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ കമന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മജിസ്ട്രേറ്റിൽ എൻക്വയറി ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. നിലവിലെ ചികിത്സയിലുള്ള ആളാണ്. ഫയർ ഓഡിറ്റ് എല്ലാം ചെയ്ത ശേഷം മാത്രം മനസ്സിലാവും അതിൻ്റെ കാരണം എന്താണ്. അതിൻ്റെ കൂടെ തന്നെ ഐ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എടുത്ത ശേഷം മാത്രം ഡീറ്റെയിൽ എന്താണ് മനസ്സിലാവും. ഈ സ്ഥിതിയിൽ നമുക്ക് എങ്ങനെ സംഭവിച്ചു ഒന്നും പറയാം. ഇപ്പോൾ എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു കണക്കുണ്ട്? അത് കൃത്യം കണക്കില്ല. ജില്ലാ കളക്ടറുടെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും പ്രതികരണമാണ് കേട്ടത്. കളക്ടറും കമ്മീഷണറും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം നടത്തുന്നുണ്ട്. ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തുണ്ട്. അയൽ ജില്ലകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെയും അപകട സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ റോബോട്ടും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇനി ശരീരഭാഗങ്ങൾക്കുള്ള തെരച്ചിൽ കൂടി നടക്കുന്നുണ്ട്. അവിടെ 40 പേരുടെ കണക്കാണ് ഇപ്പോഴും പറയുന്നത്. 40 പേരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അതിലൊരു 7 പേർ ഓടി രക്ഷപ്പെട്ടതായിട്ടുള്ള വിവരവും ഉണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത് 7 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് ചിലർ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി സമീപത്തെ കുറച്ചകലെയുള്ള വീടുകളിലേക്കും പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഇല്ലാത്തവരുടെ കണക്കുകൾ കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 13 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 17 പേർ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അവിടെ 5 പേരുടെ ആരോഗ്യനില തൃപ്തികരമല്ല എന്ന രീതിയിലാണ്, ഗുരുതരമായ നിലയിലാണ്. ഒരാൾ വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് എന്നുള്ള വിവരവും അവിടെ ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. പൊള്ളലിനുള്ള ചികിത്സ വളരെ കാര്യക്ഷമമായി നൽകുന്ന ആശുപത്രിയാണ് തൃശൂർ മെഡിക്കൽ കോളേജ്. ഇതിന് പുറമെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. അവരും അല്പസമയത്തിനകം അവിടെ എത്തും. ഇതിനിടയിൽ തന്നെ മറ്റ് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിലും പൊള്ളലിനുള്ള ചികിത്സയ്ക്കായിട്ട് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ എല്ലാവരെയും അടുത്തുള്ളത് തൃശൂർ മെഡിക്കൽ കോളേജാണ്. അതിനാൽ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നത്. മുണ്ടത്തിക്കോട് അത് തൃശൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ്. വടക്കാഞ്ചേരിയിലേക്കുള്ള വഴിയിൽ തിരിഞ്ഞു പോകണം. അവിടെയാണ് മുണ്ടത്തിക്കോട് എന്നുള്ള സ്ഥലം. അവിടുത്തെ പാടശേഖരത്തിന് സമീപത്തുള്ള പറമ്പിലാണ് വെടിക്കെട്ട് പുരകൾ, തിരുവമ്പാടിക്കായുള്ള വെടിക്കെട്ട് പുരകൾ സജ്ജീകരിച്ചിരുന്നത്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു തൊഴിലാളികൾ. അയൽ ജില്ലകളിൽ നിന്നുള്ള തൊഴിലാളികളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നേരത്തെ രക്ഷപ്പെട്ട വിൽസൺ പറഞ്ഞത് മലയാളികൾ തന്നെയാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. അവിടെ നിയമം അനുസരിച്ച് തന്നെയായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത്. അവിടെ നിരോധിച്ച കെമിക്കലുകൾ ഉണ്ടായിരുന്നില്ല. കനത്ത ചൂടാണ് ഇങ്ങനെ ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഈ രംഗത്തുള്ള വിൽസൺ വളരെ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് കനത്ത ചൂടാണ് ആയിരിക്കാം ഈ ഒരു അപകടത്തിന് കാരണമായത് എന്നുള്ളതാണ്. പക്ഷേ എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതിനാലാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇപ്പോൾ നവമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, എന്താണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കുറച്ച് മുൻപാണല്ലോ ഈ രക്ഷാപ്രവർത്തനത്തിനായി വന്ന സംഘങ്ങൾക്ക് ആ വെടിക്കെട്ട് പുരകൾ നിന്നിരുന്ന സ്ഥലത്ത്, അവിടെ ഇനി വെടിക്കെട്ട് പുരകൾ ഇല്ല, അവയെല്ലാം കത്തി നശിച്ചു കഴിഞ്ഞു, അങ്ങോട്ട് കടക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. മുഴുവൻ സാമഗ്രികളും കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കൂട്ടൽ തന്നെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അവിടെ അപകടം ഒഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ അല്ലേ? മഞ്ജുഷ്, 5 മണിക്കൂർ പിന്നിട്ടപ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അല്പസമയം മുമ്പ് മാത്രമാണ് ഫയർഫോഴ്സിനും മറ്റും ഈ പ്രദേശത്ത് ഈ പടക്ക നിർമ്മാണശാലയ്ക്ക് അരികിലേക്ക് വരാൻ കഴിഞ്ഞുള്ളൂ. 6 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെയുണ്ട്.
തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ ഉള്ളിൽ എത്ര പേരുണ്ട് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതിൽ എത്ര പേരെ നമുക്ക് ജീവനോടെ തിരിച്ചു ലഭിക്കുമെന്നതിൽ യാതൊരു അത് ഒരു സംശയമായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഇത്രയും മണിക്കൂറുകളായി പലരും ഓടി രക്ഷപ്പെട്ടു, പലരും രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇനിയും ഉള്ളവരെ രക്ഷിക്കാൻ കഴിയുമോ എന്നത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. എന്തായാലും രക്ഷിച്ചു കൊണ്ടുവരുന്നവരെ അല്ലെങ്കിൽ പുറത്തെടുക്കുന്ന ആളുകളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സൗകര്യം അടക്കം അവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.